സമുദ്രമേ നീ എന്നാടാ ഓടുന്നേ? യോർദാനേ നീ എന്നാടാ പിൻവാങ്ങുന്നേ? പർവ്വതങ്ങളെ നീ എന്തോ മുട്ടാട് പോലെ തുള്ളുന്നേ, വിറയ്ക്കുന്നേ? ഉത്തരം, സമ്പത്തായ ജനത്തിൻ്റെ ദൈവം ഇറങ്ങി. ദൈവം ഇറങ്ങിയാൽ നിന്റെ വഴി അടച്ചതെല്ലാം, നിന്റെ മുമ്പിൽ പാത അടച്ചതെല്ലാം ദൈവം ഇറങ്ങിയാൽ തന്നെ ഓടിമാറും. നീ ഓടിക്കാൻ പോകണ്ട. ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, വഴി അടഞ്ഞു നിൽക്കുന്ന ചില ചെങ്കടല് പോലെയുള്ള നിന്റെ മുമ്പിലെ വിഷയങ്ങൾ ഈ രാവിലെ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ ഓടി മാറുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ചില മേലൊഴുക്കുകൾ ഇന്ന് പകൽക്കാലം പിൻവാങ്ങുകയാ. പർവ്വത സമാനമായ ചില വിഷയങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് രാവിലെ വിറയ്ക്കാൻ തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ പകൽ ദൈവത്തിന്റെ ഒരു കരുതലിന്റെ കരം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. സമുദ്രത്തിന് വായുണ്ടെങ്കിൽ സമുദ്രം പറയും, എടാ, രക്തത്തളി ആചരിച്ച് കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവന്റെ മുമ്പിൽ എങ്ങനെ ഓടാതിരിക്കും? യോർദാന് വായുണ്ടെങ്കിൽ യോർദാൻ പറയും, എടാ, പ്രമാണത്തിന്റെ കൽപ്പനയും ശുശ്രൂഷ തെളിയിച്ച അഹരോന്റെ തളർത്ത പടിയും മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും വെച്ചിരിക്കുന്ന പെട്ടകം, പൊന്നുകൊണ്ട് പൊതിഞ്ഞ് തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ കാല് കാണുമ്പോൾ എങ്ങനെ പിൻവാങ്ങാതിരിക്കും? ഇന്ന് രാവിലെ നീ ഒന്നിനെ ആട്ടി ഓടിക്കണ്ട, തന്നെ വഴിമാറും. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചില പോരുകൾ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇന്ന് രാവിലെ വഴി മാറുമെന്ന് വിശ്വസിക്കുന്നവര് ഓ റബലമന രഗദരഗജര ഉഡാരമനഗ ശബ്ദരേദര റൗഷ സൈഡര. ഹല്ലേലൂയ. രാവിലെ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചു. ഞാൻ വേഗം നിർത്തുകയാ. സ്തോത്രം. 2-ാമത്തെ വാക്യം, അവനെ ഒടുക്കുവാൻ അന്വേഷിച്ചു. അതിൻ്റെ 3-ാമത്തെ വാക്യം, സാത്താൻ കടന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം, വഴിയെക്കുറിച്ച് സംസാരിച്ചു. 5-ാമത്തെ വാക്യം, ദ്രവ്യം കൊടുത്തു പറഞ്ഞൊത്തു. 6-ാമത്തെ വാക്യം, അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ 3-4 കാര്യം ഒന്ന് ഓടിച്ച് പറയുന്നു. 1, ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. 2, അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു. 3, കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. 5, ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒത്തു. 6, അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഈ അധ്യായം വായിക്കുമ്പോൾ ഇടപെട്ടത്, ചിലരെ കൊടുക്കാൻ, ചിലരെ തകർക്കാൻ നീ അറിയാതെ കൂടെ നിന്നവരെ വിലക്ക് വാങ്ങി ദ്രവ്യം കൊടുത്ത് ഉപായം അന്വേഷിക്കുന്ന ചിലരുണ്ടെന്ന്. ആരെയൊക്കെയോ ഇല്ലാതെയാക്കുവാൻ, ചിലതിനെ മുടിച്ചു കളയുവാൻ, ചിലതിനെ തുടച്ചു മാറ്റുവാൻ, ചിലതിനെ ക്രൂശിക്കുവാൻ ചില ഉപായങ്ങൾ. ഇതൊരു പ്രവചന ദൂതാണ്. ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയട്ടെ, ചില ഉപായങ്ങൾ ഇത് രാവിലെ ശത്രു കരുതിക്കൂട്ടി ചെയ്യുകയാണ്. അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്നത് സാത്താനാ. സാത്താൻ അവനിൽ കടന്നു. അവൻ പറഞ്ഞൊത്തു, ദ്രവ്യം കൊടുക്കാൻ തീരുമാനിച്ചു. തകർക്കുന്ന വഴിയെക്കുറിച്ച് ഇന്ന് രാവിലെ ചെങ്കടലിൽ ദൈവം നമുക്ക് വഴി തുറക്കുമ്പോൾ, യോർദാനിൽ വഴിവെട്ടുമ്പോൾ തകർക്കാൻ വഴി അന്വേഷിക്കുന്ന ഒരു വ്യാപാരം വേറെയുണ്ട്.
നല്ല സ്തോത്രം പറയണം. അല്ലയോ, കരുതിക്കൂട്ടി തകർക്കാൻ ശ്രമിക്കുന്ന ചില വഴികൾ അന്വേഷിക്കുന്ന വ്യാപാരങ്ങളെ രാവിലെ ആത്മാവ് ദർശിക്കുകയാ. അല്ലയോ, ഏറ്റെടുത്തൊന്ന് ആരാധിച്ചോ. സാത്താന്റെ തന്ത്രങ്ങൾ പൊളിയാൻ പോകുന്ന പകല നിനക്ക് വിരോധമായി അണിയറയിൽ കുരുക്കുകൾ ഉണ്ടാക്കുന്ന രാത്രിയുടെ ഇരുട്ടിന്റെ മറപറ്റിയുള്ള ചില പോരുകളെ ഇന്ന് രാവിലെ ആത്മാവ് ശാസിക്കുകയാ. എന്നെ ഈ ആഴ്ചയിലെ മെസ്സേജുകളിൽ ഏറ്റവും ബലപ്പെടുത്തിയ ഒരു ദൂത്, ഈ പിശാചിന്റെ ഏറ്റവും വലിയൊരു പരിപാടി ചോദ്യങ്ങൾ ചോദിക്കുക. നീ അതിനൊന്ന് ഉത്തരം പറയാൻ പോകാൻ. പിശാചിന്റെ പരിപാടി എന്തുവാ? എന്താ ചോദ്യം? ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തന്നെ പറഞ്ഞു. ഈ പെണ്ണുമ്പിള്ള മറുപടി പറയാതിരുന്നാൽ പോരായിരുന്നു. ഞാൻ ആ പറഞ്ഞ പദം തെറ്റാണ്, പിൻവലിച്ചേക്കുന്നു. ഈ ഔവ മറുപടി പറയാതിരുന്നാൽ പോരായിരുന്നു. ദലീലയുടെ മടി കിടക്കുമ്പോൾ അവക്കറിയേണ്ടത് കരുതത്താടിയിൽ എന്നെ ബലമുണ്ടായിരുന്നു, വലത്ത് കൈ ഉണ്ടായിരുന്നു അടിച്ചത്, 1000 പേരാണോ ചത്തത്, ഇതൊന്നും അല്ല അവക്കറിയണ്ടേ. ഈ ശക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്ന ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചു. ഒടുവിൽ പറയാതിരിക്കാൻ വയ്യാത്ത വിധത്തിൽ സ്നേഹം കൊണ്ട് മൂടി. ഒടുവിൽ പറഞ്ഞ് എൻ്റെ ജടയ്ക്കകത്താ, വടിച്ചു മാറ്റി. ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നാൽ മതി. പിശാചിന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയരുത്. നല്ല സ്തോത്രം രാവിലെ പറയണം. കുടുക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും. ഈ ബിസിനസിന്റെ രഹസ്യം എന്നാ? ഈ ശുശ്രൂഷയുടെ രഹസ്യം എന്നാ? ഈ സഭയുടെ രഹസ്യം എന്നാ? നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയുടെ രഹസ്യം എന്നെ? ചോദ്യങ്ങൾ ചോദിക്കും. നീ മറുപടി പറയല്ലേ. സേവിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായില്ലേ, എന്നെ വിടുതലില്ലാത്ത? നീ മറുപടി പറയല്ലേ. അതൊക്കെ പറയാൻ ഒരുത്തനുണ്ട്. അവൻ പർവ്വതത്തിലിറങ്ങും. ഇറങ്ങിയ പർവ്വതം മുട്ടാട് പോലെ തുള്ളും. നിനക്ക് വിരോധമായി നിൽക്കുന്ന പർവ്വത സമാനമായ പോരുകൾ നിരാവിലെ മുട്ടാടുകളെ പോലെ തുള്ളിക്കൊണ്ട് നിന്റെ മുമ്പിൽ വഴിമാറുമെന്ന് വിശ്വസിക്കുന്നവര്. ഓ ചോദ്യം കർത്താവിനോട് ചോദിക്കും. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല് ചോദ്യമാ. അവൻ തുടക്കം മുതൽ ഇന്ന് വരെ ചോദ്യമാ. നീ പിശാചിന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പോകണ്ട. മറുപടി ഒന്നും കിട്ടിയില്ലേ? കൊച്ചിന്റെ കാര്യം റെഡിയായില്ലേ? വഴി തുറന്നില്ലേ? ഇതൊന്നും മറുപടി നീ പറഞ്ഞ, അതൊക്കെ ദൈവം പറഞ്ഞോളും. നീ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞാൽ മതി. വാക്ക് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് രാവിലെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോര ശക്തിയോടെ. ഓ റബലമനബലബലബസ്. കർത്താവിന്റെ അഭിഷക്തൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ പോകുകയാണ്. എന്നെ റേച്ച എന്ന് വിളിക്കുമ്പോൾ ഞാൻ PC അപ്പച്ചൻ എന്ന് വിളിക്കും. പ്രൈസ്. അപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവളെ ദീപ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇപ്പോൾ അവളതങ്ങ് യൂസ്ഡ് ആയി. അതുകൊണ്ട് പ്രൈസ് ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ അഭിഷക്ത ദാസനോട് കൂടെ സമയങ്ങൾ ചെലവഴിപ്പാൻ കടന്നു വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഏഴകളാകുന്ന ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും വാത്സല്യവും പ്രൈസ് ലോർഡ്, സ്തോത്രം, ഈ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ കൈത്താങ്ങലുകളാണ് ഞങ്ങളെയൊക്കെ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, സ്തോത്രം. അവരുടെ ആ പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനുമൊക്കെയായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. സ്റ്റേറ്റ്സിൽ കടന്നു വരുമ്പോൾ ആ ദേശത്തൊന്നും മീറ്റിങ്ങുകളില്ലെങ്കിൽ തുടർമാനം ഓട്ടമാണ്. പ്രൈസ്. എന്നാലും ഞങ്ങളോട് കൂടെ ചില ദിനങ്ങൾ വരികയും പാർക്കുകയും ഒരുമിച്ച് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കഴിഞ്ഞ ദിനത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷക്തനോട് പറഞ്ഞു, പ്രൈസിലോട് ഒരു ആഴ്ചയിൽ ഒരല്പം വിശ്രമത്തിന് വേണ്ടി ഭവനത്തിൽ കടന്നു വന്നു. എന്നാൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളോട് ചോദിച്ചു, അന്ന് നിങ്ങൾ കഴിക്കാത്ത? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ആഴ്ചയിൽ ഫാസ്റ്റിങ്ങാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞാനും ഇന്നു മുതൽ ഫാസ്റ്റിങ്ങാണ്. പ്രൈസ് ലോർഡ്, സ്തോത്രം. അന്ന് മുതൽ ഭവനത്തിലിരുന്ന് കണ്ണുനീരോടെ കരയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനിടയാക്കിയ അടിയങ്ങൾക്കും അത് വളരെ അനുഗ്രഹമാണ്. പ്രിയമാമയോടും കൂടെ ഇന്ന് പകൽക്കാലമായിരിക്കാൻ
കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ അല്പം കൂടെ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സാധാരണ ഈ ഓവർസിയർമാരൊക്കെയാണ് ലേറ്റ് വരുന്നത്. പ്രൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് വന്നതുകൊണ്ട് അങ്ങനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വന്ന വഴിയിൽ വെള്ളം ഇങ്ങനെ പൊങ്ങി ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവിടെ നിർത്തി വണ്ടി ഇട്ടു. മുമ്പോട്ട് പോകണോ പുറമോട്ട് പോകണോ? ഞങ്ങൾ തിരിച്ചു വണ്ടി കുറച്ച് അപ്പുറത്ത് മാറ്റിയിട്ടപ്പം അവിടെ ഒരു ഓട്ടോ റിക്ഷ ഓടിക്കുന്ന ഒരു പ്രിയ സഹോദരൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ വണ്ടി ഇതുവഴി പോവും. പിന്നെ ഞങ്ങൾ അതുവഴി ഇനി പോരുവാനിടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് അല്പമായ തടസ്സങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് അല്പം വൈകിയത്. അല്ല, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. സാധാരണ ഈ എല്ലാ ആരാധന തുടങ്ങുന്നതിന് മുൻപും ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു ചെല്ലും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷേ ഞങ്ങളാണ് അവിടെ ആദ്യം കടന്നു ചെല്ലുന്നത്. പ്രൈസ് ലോർഡ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ കർത്താവപ്പച്ചനും ആരാധന തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തും. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവമായ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷങ്ങൾ പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവമായ കർത്താവ് അടിയന് നൽകിയ ഒരു ദൈവിക ആലോചന അറിയിക്കുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ വന്നിരുന്നപ്പോൾ പ്രൈസ് ലോർഡ്. സ്തോത്രം. അവിടെ ഒരു വാക്യം ഇങ്ങനെ കോട്ട് ചെയ്തു, നിന്റെ ഈ ബലത്തോടെ പോകാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ചില ദിനങ്ങളായി എന്നെ വളരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് നിന്റെ ഈ ബലത്തോടെ പോകാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ദൂത ഒന്ന് പറഞ്ഞതിന് ശേഷം പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഒരു എളിയ ആലോചന കമ്പി വാചകം പോലെ പറഞ്ഞ് പ്രൈസ് ലോർഡ്. സ്തോത്രം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ഓടി വരാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14. ഞാൻ വാക്യങ്ങൾ മാത്രമേ വായിക്കത്തുള്ളൂ. കർത്താവ് ആ വാക്യം അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കൾക്ക് ആ ആലോചന ഒന്ന് ഷെയർ ചെയ്യും നല്ലതായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. മതി. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോട് പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ നോട്ടത്തിൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ നോട്ടത്തിൽ ലഭിക്കുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ ഈ ബലത്തോടെ പോകാ എന്ന് പറഞ്ഞ് അതിന് തൊട്ടു മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഗിദെയോൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ബലം ക്ഷയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് അവൻ്റെ നന്മകൾ അപഹരിച്ചു കൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഓടി വന്ന് കരുവേലകത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഗിദെയോന്റെ അടുക്കൽ വന്നിട്ട് യഹോവയായ ദൈവം പ്രൈസ് ദി ലോർഡ് അവനെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ഈ ബലത്തോടെ പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ബലത്തോട് ഈ ഭൂമിയിൽ നിന്ന് ഒരുപക്ഷെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മേന്മകൾ കൊണ്ട് ലഭിക്കുന്ന ബലത്തോടെ മുൻപോട്ട് പോകുവാനല്ല ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന ബലത്തോടുകൂടെ മുൻപോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ഉയർപ്പിന്റെ ശക്തിയോട് അവനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കഴിയട്ടപ്പ. അങ്ങയുടെ മുഖശോഭ, അങ്ങയുടെ ദൃഷ്ടി എൻ്റെ മേൽ ഒന്ന് പതിക്കണം. ആ ബലം എന്നെ ഈ ഒരാഴ്ചയിൽ നടത്തണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയായ ദൈവം അവനെ നോക്കി പ്രൈസ് നിന്റെ ഈ ബലത്തോടെ പോകാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യം. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം പറയുക, നീ തനിയല്ല പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാ. കടന്നു വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം ഓർപ്പിക്കുന്നു, അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. അതിലൂടെ വ്യാപരിക്കുന്ന ശക്തിയാ നിന്റെ കാൽച്ചുവടുകൾ മുൻപോട്ട് എടുത്തു വെക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യമില്ലാത്ത
അവൻ്റെ സാമീപ്യമില്ലാത്ത ഒരു യാത്ര എനിക്ക് വേണ്ട. എൻ്റെ പ്രിയ യൗവനക്കാര്, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു യാത്ര കുഞ്ഞെ നിനക്ക് വേണ്ട. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത അവൻ കൂടെ പോരുന്നില്ലെങ്കിൽ മോശ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയട്ടെ, അപ്പാ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ തനിയയക്കരുത്. ഹല്ലേലൂയ. അപ്പൻ പോക എന്ന് പറഞ്ഞാൽ അപ്പൻ നിന്നെ തനിയയക്കത്തില്ല, അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നാം പ്രാർത്ഥിച്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ച് നാം ഉറങ്ങാൻ കിടന്നു. ശത്രുവായവൻ വന്ന് ഈ ശ്വാസനാളത്തെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബ്ലോക്ക് ചെയ്യുവാൻ പല സന്ദർഭങ്ങളിൽ അവൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കയ്യെ ഹല്ലേലൂയ തൂത്തുമാറ്റിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞാ. അടുത്ത പ്രഭാതത്തിൽ ഹല്ലേലൂയ അവൻ ആരാധിക്കണമെന്ന ആഗ്രഹത്തോട് കിടന്ന കുഞ്ഞാ, അവനെ തൊടുവാൻ നിനക്ക് അവകാശമില്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ദൈവശക്തി, ആ ദൈവശക്തിയോടെ മുൻപോട്ട് പോകും നിന്റെ കൂടെ എൻ്റെ കർത്താവ് കൂടെ വരും. 18-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം. ആ ആ ആ അത് അടുത്ത വാക്യം. ആ പ്രൈസ് ദി ലോർഡ്. ബലം നൽകിയത്, നിന്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടവനാ, നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടവനാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗിദെയോൻ തീരുമാനമെടുത്തു. പക്ഷെ ഗിദെയോൻ ഒരു കാര്യം, ഞാനിത് പോയി കൊണ്ടുവരുന്നത് വരെ നീ ഇവിടെ നിൽക്കണം. സ്തോത്രം. ഇന്ന് പകലിൽ കൃപ ലഭിച്ച, ദൈവശക്തി ലഭിച്ച, ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പൈതലേ, നീ അവന് വേണ്ടി യാഗം കഴിക്കുവാൻ, നീ അവന് വേണ്ടി ആരാധന കഴിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞവർ, നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞവർ, പ്രൈസ് ദി ലോർഡ് നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മാറിപ്പോയപ്പോ പ്രൈസ് ദി ലോർഡ് അപ്പൻ പറഞ്ഞു, നീ മടങ്ങി വരുവോളോ, നീ വരുവോളം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് പകലിൽ അപ്പൻ കാത്തിരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? എൻ്റെ കുഞ്ഞ് എൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി യാഗം കഴിക്കുന്നത് കാണുവാൻ. നാം അവൻ്റെ സന്നിധിയിൽ കടന്നു വന്നല്ലോ. അവന് കൊടുക്കേണ്ട മഹത്വം, അവന് കൊടുക്കേണ്ട ആരാധന, അവൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ട യാഗം, സ്തുതി സ്തോത്ര യാഗങ്ങൾ നാം അർപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കണമെന്ന് പ്രയാസപ്പെട്ട പ്രിയപ്പെട്ടവർ കണ്ടേക്കാം. ഇത്ര വെളുപ്പിനെ ആരാധനയ്ക്ക് പോകണമോ എന്ന് ചിന്തിച്ചവർ കണ്ടേക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാർ എന്തെങ്കിലും പറയുമെന്ന് കരുതി വന്നവർ കണ്ടേക്കാം. പക്ഷെ കഴിഞ്ഞ രാത്രി മുതൽ ആവലോടെ കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ഈ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ എൻ്റെ കർത്താവിൻ്റെ പാദാന്തിയെ കടന്നിയെന്ന് എനിക്കവനെ ആരാധിക്കണം. അവൻ കാത്തിരിക്കുക. നമ്മുടെ യാഗം, സ്തുതി സ്തോത്ര യാഗങ്ങൾ അപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ. ഇതൊരു കടങ്കഥയല്ല കേട്ടോ, ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാ. 22-ാമത്തെ വാക്യം, അതിൻ്റെ 22-ാമത്തെ വാക്യം. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, പ്രൈസ്, അവൻ യഹോവയുടെ ദൂതനെന്ന്. അപ്പൊ ഇതുവരെ മനസ്സിലായില്ല. പ്രൈസ്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്, ഇത് യഹോവയുടെ ദൂതന. ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം, ദൈവശക്തി പ്രാപിച്ചൊരു ദൈവത്തിന്റെ പൈതൽ, ദൈവ സാന്നിധ്യം രുചിച്ചറിയുന്നൊരു ദൈവത്തിന്റെ പൈതൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുന്നൊരു ദൈവത്തിന്റെ പൈതൽ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് അതിശക്തമായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയും ബലവും അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ഹല്ലേലൂയ. അവനെ ഒന്ന് തിരിച്ചറിയുവാനുള്ള ബോധം ഈ ദിനങ്ങൾ നമുക്ക് ലഭിക്കണം. എൻ്റെ കർത്താവിനെ ഒന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നമുക്ക് ലഭിക്കണം. ഞാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സമയം ഇല്ലാത്തത് കൊണ്ട് 2 വാക്യങ്ങൾ, 25-ാമത്തെ വാക്യം,
ആ ആ ആ മതി. ദൈവശക്തി നമ്മളിൽ പകർന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ പോരുന്നുണ്ട്. നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുവാനായി വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നാം അവൻ ആരെന്നുള്ള തിരിച്ചറിവ് ലഭിച്ചു. അത് കഴിയുമ്പോൾ നാം ചിലതിനെ നമ്മളിൽ നിന്ന് ഇടിച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ, നിന്നെ കൊണ്ട് എനിക്ക് ഒരു വൻ കാര്യം ചെയ്യുവാനുണ്ട്. നീ ഇന്ന് ഭയപ്പെട്ടിരിക്കുന്ന മിദ്യാന്യർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ ഇന്ന് തല കുമ്പിട്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിദ്യാന്യെ പേടിച്ച് നീ തല കുമ്പിട്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിക്കുവാനുണ്ട്. ചെയ്യിക്കുന്നതിന് മുൻപ് ചെയ്യിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബാലിന്റെ ചില പ്രതിഷ്ഠകൾ നിന്റെ ഭവനത്തിലുണ്ട്. അത് തകർത്തു കളയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ സമൂഹത്തിൽ, പ്രൈസ് ദി ലോർഡ്, നാം ഉയർത്തിക്കെട്ടിയ ചില പ്രതിഷ്ഠകൾ, ഹല്ലേലൂയ, ബാലിന്റെ ചില പ്രതിഷ്ഠകൾ, ഹല്ലേലൂയ, നമ്മുടെ സ്വഭാവത്തിന്റെ ചില പ്രതിഷ്ഠകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഇടിച്ചു കളഞ്ഞേ മതിയാകത്തുള്ളൂ. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിനമാ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഈ പ്രതിഷ്ഠകൾ നമ്മളിൽ ഉണ്ടാകരുത്. കാരണം ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 8-ാം അധ്യായം 28-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വളരെ വേഗത്തിൽ ദൈവമായ കർത്താവ് നൽകിയ ദൂതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. 8:28. ആ അതെ, 8:28. ആ, എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഗിദെയോനെ, നീ ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? മിദ്യാന്യെ പേടിച്ച് തല കുനിച്ച് കരുവേലകത്തിന്റെ കീഴിലിരിക്കുക. പക്ഷെ ഞാൻ നിന്നെ കൊണ്ട് ചില ദൗത്യം ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കെതിരായി വന്ന ഈ മിദ്യാന്യരുടെ തല പോക്കാൻ കഴിയാത്തവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവന്റെ തല ഉയർത്തുവാൻ കഴിയാത്തവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്നെ അവിടെ ആക്കി ഈ ദേശത്തിന് സ്വസ്ഥത വരുത്തുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. കുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം തിരിച്ചറിയാതെ പോകരുത്. നാം ഇപ്പോഴും ഒരു കൊച്ചു സർക്കിളിനകത്ത് ഇങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നിങ്ങൾ വിഷമം തോന്നരുത്. IPCയുടെയോ ചർച്ച് ഓഫ് ഗോഡിൻ്റെയോ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയോ ഷാരോൻ്റെയോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ 4 ചുവരുകളിൽ ഒതുക്കി കൂട്ടേണ്ടവരല്ല ഇവിടെ ഇരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്തിൻ്റെ സമാധാനത്തിന്, ഒരു ദേശത്തിൻ്റെ വിടുതലിന് എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. അവൻ്റെ നോട്ടത്തിൻ്റെ ശക്തി നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കർത്താവ് പറയുന്നു, ചില പ്രതിഷ്ഠകളെ, ചിലതിനെ ഇടിച്ചു കളയുവാൻ നീ തയ്യാറായാൽ ഈ ശത്രുവിനെ നിന്റെ മുൻപിൽ ഞാൻ തലകുനിപ്പിക്കും. നിനക്കെതിരായി ഉയർത്തിക്കെട്ടിയ, നിന്റെ നന്മകളെ കൊന്നുമുടിച്ച, നിന്റെ തലമുറകളുടെ വാഗ്ദത്തങ്ങളെ, ഹല്ലേലൂയ, അവരുടെ നന്മകളെ ഇടിച്ചു കളഞ്ഞ, ഹല്ലേലൂയ, വെട്ടുക്കിളിയെ പോലെ വന്ന് നശിപ്പിച്ചു കളഞ്ഞ മിദ്യാന്യ ശക്തിയെ എന്റെ കർത്താവ് നിന്റെ കാൽ കീഴാക്കുന്ന ദിനം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ വെച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ എന്റെ കർത്താവ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, നിന്നാൽ ഞാനിത് ചെയ്യും. എത്ര മാതാപിതാക്കൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കും, അപ്പാ, എന്നിലൂടെ, എൻ്റെ തലമുറകളിലൂടെ ദേശത്തിൻ്റെ സമാധാനത്തിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്യം എൻ്റെ മുൻപിൽ കണ്ടതുകൊണ്ട് ഞാനിത്
കഴിഞ്ഞ ദിവസം എൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവ് അതിശക്തമായി ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്രിയ മകനോടൊക്കെ ഞങ്ങൾ ഇത് വാഹനത്തിൽ ഷെയർ ചെയ്തു. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആ വേദഭാഗം ഇവിടെ കണ്ടപ്പോൾ ഇവിടെയുള്ള ദൈവജനത്തോടെ ഈ ദൂത് അറിയിക്കണമെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ അറിയിക്കുന്നു. കർത്താവ് ചില ഗിദെയോന്മാരെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. എൻ്റെ കർത്താവ് ചില എസ്തേർമാരെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. എൻ്റെ കർത്താവ് ചില ദെബോറമാരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിക്കും? അപ്പ എൻ്റെ പൈതലിനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ഗിദെയോനാക്കി മാറ്റുവാൻ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഹല്ലേലൂയ പെൺകുഞ്ഞിനെ ഒരു ദെബോറയാക്കി മാറ്റുവാൻ, ഒരു എസ്തേറാക്കി മാറ്റുവാൻ അപ്പ നീ കനിയണമേ. നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തി അവരുടെ മേൽ പകരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 18-ാമത്തെ വാക്യം. കൊരിന്ത്യർ 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും. ഒത്തിരി ആലോചനകൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകാം ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ന് പകലിൽ പ്രത്യേകാൽ യൗവനക്കാർ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ വചനം. സ്തോത്രം. ഇന്ന് നമ്മളെ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ഒരു കാലഘട്ടമാണ്. ഒരു യാഥാർത്ഥ്യം കൂടെ മാതാപിതാക്കൾ ഓർത്തിരിക്കണം. പ്രൈസ് ദി. എനിക്കറിയാം ഇത് ലൈവായി പോകുന്നതാ. ഇന്ന് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഇതര മതസ്ഥർ സ്തോത്രം അവരുടെ പുസ്തകങ്ങൾ, അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികമായി പ്രൈസ് ദി ലോർഡ് സ്തോത്രം തിരുവചനത്തിലെ ചില വാക്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ട് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ചോദ്യങ്ങളിലൂടെ അവരുടെ ചിന്താഗതികളെ മാറ്റിമറിക്കാമെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഡിറക്ഷൻ എവിടെ നിന്ന് വരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം, ക്രൂശിൽ എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഹല്ലേലൂയ അവരുടെ പഠിപ്പീര് അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു വിടുന്നത് ക്രൂശിൽ സ്വയം ഹല്ലേലൂയ വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത ക്രിസ്തുവിനാണോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന് മുൻപിൽ മറുപടി കൊടുക്കുവാൻ കഴിവില്ലാതെ തളർന്നിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൺഡേ സ്കൂളുകൾക്ക് ഇന്ന് സമയമില്ല, ബൈബിൾ സ്റ്റഡികൾക്ക് ഇന്ന് സമയമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു യന്ത്ര മനുഷ്യൻ കണക്കെ നമ്മൾ രാവിലെ കീ ഓൺ ചെയ്യുന്നു, ഹല്ലേലൂയ കൃത്യ സമയം നോക്കി നമ്മുടെ ആരാധനകൾ തീർത്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു ദിവസത്തിലധികം ഒരു ബൈബിൾ സ്റ്റഡി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 4 പേര്, രണ്ടാമത്തെ ദിവസം 3 പേര്, ഒടുവിലത്തെ ദിവസം ഒരാളെങ്കിലും ഉണ്ടായാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം നാം അറിയണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ക്രൂശിന്റെ വചനം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുന്നില്ലെങ്കിൽ ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സമയങ്ങൾ നമ്മുടെ മുൻപിൽ അതിവിദൂരമല്ലെന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം പ്രൈസ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും. ആർക്കാ ഇത് ഭോഷത്വമായി പറയുന്നത്? ഓർക്കണം കേട്ടോ, ഭോഷത്വമായി അനേകർക്ക് തോന്നിയേക്കാം. പക്ഷെ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇത് ദൈവശക്തിയാ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ നോട്ടത്തിൽ വ്യാപരിച്ച ദൈവശക്തി.
വചനത്താൽ നമ്മളിൽ ഉളവാകുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ വചനം നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട്. ഈ വചനമാ നമ്മളിൽ പകരുന്ന ദൈവശക്തി. തിയോളജിയിൽ PhD എടുത്തോ, MD എടുത്തോ, BTH എടുത്തോ, MTH എടുത്തോ, നല്ലതാ. പക്ഷെ അതുകൊണ്ട് ഈ ദൈവശക്തി നിനക്ക് ലഭിക്കണമെന്നില്ല. പിതാക്കന്മാർക്ക് ഇതൊന്നുമില്ലാതിരുന്നിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആയിരങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എന്തേ ഇന്ന് വിടുതൽ സംഭവിക്കുന്നില്ല? തിയോളജിയിൽ അറിവ് കുറഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി നമ്മളിൽ ക്ഷയിച്ചു പോകുന്നു. ഈ ദിനങ്ങളൊരു മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവവചനം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തി. ഇന്ന് കേട്ട വചനം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാ. ഈ ഒരാഴ്ചയിൽ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറ, ഈ മാറ്റമില്ലാത്ത വചനത്താൽ ഈ പ്രതിസന്ധിയെ ഞാൻ ശാസിക്കുന്നു എന്ന് പറയുവാനുള്ള ദൈവശക്തി എന്റെ കർത്താവ് നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഒരു പ്രവാചകന്റെ അടുക്ക് നാം അതിന് പോകണ്ട. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം ഒഴുക്കുന്ന കണ്ണുനീര് നമ്മുടെ ഹൃദയത്തിന്റെ പലകമേൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം നിന്റെ നാവാൽ ഉരുവിടുവാൻ നീ തയ്യാറായാൽ നിന്റെ മുൻപിലുള്ള പ്രതികൂലതകൾ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. യോർദാൻ നിന്റെ മുൻപിൽ നിന്ന് വാങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. തീക്കൽപ്പാറ വെള്ളം തിളച്ചു മറിഞ്ഞ് പുറത്തു വരും. ഒരു നിമിഷം ഓർക്കണേ, തീക്കൽപ്പാറയിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തീക്കൽപ്പാറയാ. ഒരു തുള്ളി വീണ 4 തുള്ളി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വറ്റിപ്പോകും ഈ തീക്കൽപ്പാറ. ഒന്നത്. 2, ഈ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നെന്നിരിക്കട്ടെ, 3 നാൾ പ്രൈസ് ദി ലോർഡ് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതിരുന്ന ജനം. കാരണം എന്താ? സൂര്യന്റെ ശക്തി അതികഠിനമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമി വറന്ന് ഹല്ലേലൂയ കിടക്കുകയാ. ഇനിയും ഈ പാറയിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നെന്നിരിക്കട്ടെ, ഇതെങ്ങോട്ടാ വീഴുന്നേ? മരുഭൂമിയിലേക്കാ. ഒരു തുള്ളി വീണ 2 തുള്ളി വറ്റിച്ചെടുക്കുവാൻ കഴിയുന്ന മരുഭൂമിയിലേക്കാ ഈ വെള്ളം വീഴുന്നത്. രണ്ടിനും മധ്യേ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാ. ഒരു തുള്ളി പുറത്തേക്ക് വരുമ്പോൾ അതിനെ ബാഷ്പീകരിച്ചു കൊണ്ടുപോകും. പക്ഷെ എന്തുകൊണ്ടോ മരുഭൂമിയെ ജലതടാകമാക്കി എന്റെ ദൈവം മാറ്റി. സ്തോത്രം. കുഞ്ഞെ, നിന്റെ മുൻപിൽ തീക്കൽ പാറയായിരിക്കാം. നിന്റെ മുൻപിൽ യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കെ എന്റെ കർത്താവ് പറയുന്നു, ഞാൻ ഇതിനെ ജലതടാകമാക്കാൻ പോകുക. കാരണം എന്താണെന്നറിയാമോ? സൂര്യനെ നിർമ്മിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സകല വെള്ളത്തെയും നിർമ്മിച്ചവൻ, അവന്റെ വാക്കിനാൽ ഇത് സംഭവിക്കുന്നെങ്കിൽ, അവന്റെ വചനത്താൽ ഇത് സംഭവിക്കുന്നെങ്കിൽ, അവൻ പറയുകയാ, ഈ തീക്കൽപ്പാറയെ, ഈ മരുഭൂമിയെ ജലതടാകമാക്കി മാറ്റുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തീക്കൽപ്പാറയാ. നീ നിന്നെ നോക്കി, അനേകർ നിന്നെ നോക്കി ഒരു ഗുണവും മണവും ഇല്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുമ്പോ, ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ തീക്കൽപ്പാറ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും കയറിയിരിക്കത്തില്ല, ചുട്ടുപൊള്ളും. ഒരു കാക്ക പോലും കുഞ്ഞെ വന്നിരിക്കത്തില്ല. സ്തോത്രം. ഒരു ഷേപ്പും ഇല്ലാത്ത, ഒരു ഗുണവും മണവും ഇല്ലാത്ത ഈ പാറയെ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് എന്നാ പ്രയോജനമാ? എന്നെയും നിങ്ങളെയും നോക്കി എത്ര പേർ വിധി എഴുതി? ഒരു ഗുണവും മണവും ഇല്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗുണവും ഇല്ലാത്തവൻ. പക്ഷെ അപ്പം പറഞ്ഞു, എനിക്ക് വേറെ എങ്ങൊന്നും വെള്ളം ഇറക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരൊറ്റ വാക്കിനുള്ളിൽ ഈ മരുഭൂമിയെ മുഴുവൻ
ജലതടാകമാക്കി മാറ്റുവാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് ഈ തീക്കൽ പാറയാ. ഞാൻ തിരഞ്ഞെടുത്തത് ഈ ഗിദെയോനെയാ. വിശ്വസിക്കാമോ? ഇന്ന് പകൽ വിശ്വസിക്കാമോ? എന്നെ പ്രൈസ് ദി ലോർഡ്. പ്രായമൊക്കെ പറയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിനങ്ങൾക്ക് മുൻപ് 2 ദിവസം പ്രൈസ്, വെള്ളി ശനി 2 ദിവസങ്ങളിലോ തുടർമാനമായി ദേശം മുഴുവൻ ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ച പ്രൈസ് പരസ്യോഹങ്ങൾ നടത്തി. ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം, മഴയാണ്. അവരെന്നോട് തിരിച്ചും പറഞ്ഞു മഴയാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 10-50 പേരടങ്ങുന്ന ഒരു ടീം 14 പോയി ജാതികളോട്, ഏകദേശം ഒരു 10,000 ജാതികളോട് സുവിശേഷം വിളിച്ചു പറയുവാൻ കർത്താവ് അവസരം നൽകി. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മഴ തിമിർത്ത് പെയ്യും. അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാർമേഘം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനോഹരമായ കാലാവസ്ഥ. 1-1.25 മണിക്കൂർ ആ ദേശത്ത് സുവിശേഷം വിളിച്ചു പറയും. അത് കഴിയുമ്പോൾ മഴ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഓരോ ദിനവും രാത്രി വീട്ടിൽ വരുമ്പോൾ ആ രാത്രി മുഴുവൻ മഴയാ. എൻ്റെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ നാമവും എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവൻ അന്തരീക്ഷ മണ്ഡലത്തെ നോക്കി പറഞ്ഞു, നീ അവിടെ നിൽക്ക. എന്റെ കുഞ്ഞുങ്ങൾ ഈ ദേശത്തോട് എന്റെ സുവിശേഷം വിളിച്ചു പറയുന്നു തീരുന്നത് വരെ ഞാനിതാ അന്തരീക്ഷ മണ്ഡലങ്ങളെ അടയ്ക്കുകയാ. ഒരൊറ്റ ഭക്തന്റെ വാക്കിന് മുൻപിലോ സൂര്യനെയും ചന്ദ്രനെയും എന്റെ അപ്പന് പിടിച്ചു നിർത്തുവാൻ കഴിയുമെങ്കിൽ അതുവരെ എഴുതി വെച്ച പ്രകൃതി നിയമങ്ങൾക്ക് ലോകത്തിലെ ഒരൊറ്റ സയന്റിസ്റ്റുമല്ല ഈ പ്രകൃതിയുടെ നിയമങ്ങൾ എഴുതി വെച്ചത് എന്റെ സ്വർഗത്തിലെ അപ്പനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രകൃതി നിയമത്തെ എന്റെ കർത്താവ് ഒരൊറ്റ വ്യക്തിയുടെ വാക്കിന് മുൻപിൽ അതിനെ ചേഞ്ച് ചെയ്തെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് ജനത്തോട് അറിയിക്കുന്നു, നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചില രേഖകളെ ചേഞ്ച് ചെയ്യുക. എത്ര പേർ നിന്റെ മുൻപിൽ കിട്ടിയ ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ നോക്കി നിന്റെ തലമുറയുടെ ഭാവിക്കെതിരായി എഴുതി വെച്ച ചില രേഖകളെ നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയട്ടെ, പ്രവചിക്കുവാൻ കഴിയട്ടെ, ഈ വാഗ്ദത്ത വചനത്തെ ഉരുവിടുവാൻ കഴിയട്ടെ. അപ്പ നീ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സമയം പോയി. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. 10-ന്റെ 1 വാക്യം ഞാൻ തന്നെ വായിക്കാം. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞു, നീ അവൻ്റെ സമ്പത്താ. അപ്പം എനിക്ക് മനസ്സിലായി, കൺഫർമേഷൻ കിട്ടി. 10-1. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി. നമ്മുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉള്ള 3 സെൻറ്റ് വസ്തു 7 പിള്ളേർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് എത്രയുള്ള എൻ്റെ അവകാശം? അതും പറഞ്ഞ് നമ്മളിരിക്കുന്നേ സ്വർഗത്തിലെ അപ്പൻ്റെ അവകാശിയാണ് ഞാനും നിങ്ങളും. രാജാതി രാജാവിൻ്റെ, ഇന്ത്യയുടെ അല്ല, റഷ്യയുടെ അല്ല, അമേരിക്കയുടെ അല്ല, സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ, സർവലോകത്തിൻ്റെയും ഉടമയായ എൻ്റെ കർത്താവിൻ്റെ അവകാശത്തിൻ്റെ പ്രഭു. പക്ഷെ ഇതാകണമെങ്കിൽ ഈ തലമേൽ ആ അഭിഷേകം വീഴണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം വീണവൻ അവൻ്റെ അവകാശിയാ. അഭിഷേകം വീണിട്ടുണ്ടോ? ആ തിരിച്ചറിവുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകലിൽ ആ തിരിച്ചറിവോടെ പോകണം. നാം പ്രാരംഭത്തിൽ ഇത് ഈ തിരുവചനങ്ങളെല്ലാം വെൽ കണക്റ്റഡ് ആയിരുന്നു. ഗിദെയോനെ നോക്കി ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ശൗലിൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചിട്ട് പറയുക, നീ യഹോവയുടെ അവകാശത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് പ്രഭുവാ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെയാ നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ, പ്രവചനമാകട്ടോ, നീ ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സാധാരണ കേൾക്കുന്ന പ്രവചനം ഇങ്ങനൊന്നുമല്ല. എന്നാൽ ഇവിടുത്തെ പ്രവചനം പ്രൈസ്, നീ ഇന്ന് ചെന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കിലെ സെൽസഹയിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കരികിൽ വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. എൻ്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ കേട്ടിരുന്നെങ്കിലോ എന്തിനാ ശൗൽ ഇറങ്ങി തിരിച്ചത്? അപ്പൻ്റെ കഴുത നോക്കി ഇറങ്ങിയതാ. അങ്ങനെ കണ്ടു കിട്ടിയെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുന്നേ? തിരിച്ചു പോവും. ഉറപ്പല്ലേ? ശൗലും പോവും. അതുകൊണ്ട് ശമൂവേൽ ഈ അഭിഷേക തൈലം ഒഴിച്ച് പ്രൈസ് ദൈവശക്തി അവൻ്റെ മേൽ പകർന്നിട്ട് പറയുകയാണ്, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന് താബോറിലെ കരിവേലകത്തിന് അരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നും കൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. എന്ത് കൃത്യമായിട്ടാണ് ഇത് പറയുന്നേ അല്ലേ? ആദ്യം പറഞ്ഞു അവരെ കാണും, അവർ നിന്റെ കഴുതയുടെ കാര്യമൊക്കെ പറയും. പക്ഷെ നീ അവരോട് അവിടെ നിന്ന് കുശലം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ മുമ്പോട്ട് പോകണം. നിനക്ക് വേണ്ടി ആവശ്യമുള്ളത് ഞാൻ മറ്റൊരാളിനെ ഏൽപ്പിച്ചയക്കുന്നുണ്ട്. അഭിഷേക തൈലം തലയിൽ വീണവനിൽ പകരുന്ന ദൈവശക്തിയാൽ ഇതിനെ തിരിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ മുൻപിൽ കർത്താവിൻ്റെ അഭിഷക്ത ദാസൻ വളരെ ശക്തമായി ദൂത് തന്നു. അതുകൊണ്ട് എനിക്കറിയാം പ്രൈസ് ദി ലോർഡ്, എനിക്കിനി ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചിലര് നിന്റെ മുൻപിൽ വന്ന് നിന്റെ കാതുകൾക്ക് ഇമ്പം തോന്നുന്ന ചില ആലോചനകൾ പറഞ്ഞ് നിന്നെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. ഇന്ന് പകൽക്കാലം ഈ സഭയോട് ദൈവാത്മാവ് അർപ്പിക്കുന്ന ദൂത, കുഞ്ഞെ, നിന്റെ കാതുകളിൽ നിനക്ക് കാതുകൾക്ക് ഇമ്പം തോന്നുന്ന, ഒരുപക്ഷെ നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടി പോലെ നിനക്ക് തോന്നിയേക്കാം. പക്ഷെ എൻ്റെ അപ്പൻ്റെ പ്ലാന് അതിനേക്കാൾ ശ്രേഷ്ഠമായതാണെന്ന് നീ തിരിച്ചറിയണം. നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് തരും. അവർ തരുന്നത് നീ വാങ്ങി ഭക്ഷിക്കണം. ഒരല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ നീ ഫെലിസ്ത്യ പട്ടാളത്തിന്റെ നടുവിലൂടെ കയറി ഇറങ്ങും. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഫെലിസ്ത്യ പട്ടാളത്തിന്റെ നടുവിലൂടെ കയറി ഇറങ്ങി പോകണം. ആരെ പേടിച്ചാ നടക്കുന്നേ? ഫെലിസ്ത്യരെ. അവന്റെ പട്ടാളത്തിന്റെ നടുവിലൂടെ ദൈവം നിന്നെ നടത്തും. നീ ഇന്ന് എന്തിനെ പേടിക്കുന്നു? നീ ഇന്ന് എന്തിനെ ഭയക്കുന്നു? അതിൻ്റെ നടുവിലൂടെ എൻ്റെ ദൈവം നിന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്കെതിരെ ഒരു പ്രവാചക ഗണം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അവരോടുകൂടെ പ്രവചിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അവരോടുകൂടെ പ്രവചിക്കും. കുഞ്ഞെ, കഴുതെ നോക്കി ഇറങ്ങി തിരിച്ചതാ. പക്ഷേ നിന്റെ മേൽ വീണ അഭിഷേക തൈലം, ശൗലേ, നീ ഈ രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള അഭിഷേകമാ. പക്ഷേ അതിനു മുൻപ് ഞാൻ നിന്നെ പ്രവാചകനാക്കാൻ പോകുകയാ. ഈ തലമുറയോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നീ എത്ര ഡിഗ്രികൾ വേണം കരസ്ഥമാക്കിക്കോ, പക്ഷേ നിന്റെ മേലുള്ള കോളിംഗ് ഒരു പ്രവാചക ഗണത്തിന്റെ കൂടെയുള്ള ശുശ്രൂഷയാ. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? താഴോട്ട് വായിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ഈ പ്രവചനം കഴിഞ്ഞപ്പോ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ കാണുന്നു, ശൗലിന് ഒരു പുതിയ ഹൃദയം. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഈ ദൈവശക്തി എന്നിലും നിങ്ങളിലും വെളിപ്പെട്ട് കഴിയുമ്പോൾ അതിനനുസരിച്ച് മുൻപോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഒരു പുതിയ ഹൃദയം. ഇത് മുഴുവൻ ഇന്ന് കറ പുരണ്ടിരിക്കുക, ലോകത്തിന്റെ മുഴുവൻ കുത്തി നിറച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ഇന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പുതിയ ഹൃദയം നിനക്ക് നൽകുന്നുവെങ്കിൽ, നിന്നിൽ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ എന്റെ കർത്താവ് നീ ഇതുവരെ കാണാത്ത, നീ ഇതുവരെ ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെ 1 അല്ല 2 അല്ല അതിലധികമായ
ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തും. ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിക്കായി വ്യാപരിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിന്റെ ഈ ബലത്തോടെ പോകാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ച ദൈവത്തിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നും ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നും ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബയുല തീരത്തിൽ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബയുല തീരത്തിൽ. ചേർന്ന് പാടാം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഓ യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ എൻ പേർ വിളിക്കും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ. ആ പൊൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. ആ പൊൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഓ യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എന്റെ ആശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ മിൻ തേജസ്സിൽ. എന്റെ ആശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ മിൻ തേജസ്സിൽ. ഒരിക്കൽ കൂടി കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ.